ഒരു കാലത്ത് എല്ലാ വീട്ടിലും പതിവായിരുന്നു കപ്പയും ഉള്ളിച്ചമ്മന്തിയും. അന്ന് നമ്മൾ അത്ര വില കൊടുത്തില്ല. ഇന്നും കപ്പയോ എന്ന് അമ്മമാരോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അല്ലേ? ചോറും ഫാസ്റ്റ് ഫുഡും നിറഞ്ഞ ജീവിതത്തിലേക്ക് നാം മാറിയപ്പോൾ ആ സിമ്പിൾ ടേസ്റ്റ് പതിയെ കുറഞ്ഞു വന്നു. ഇന്ന് കപ്പയും ഉള്ളിച്ചമ്മന്തിയും കിട്ടാൻ നമ്മൾ തിരഞ്ഞു നടക്കണം, അല്ലേ? പക്ഷേ ഒരിക്കൽ അത് പ്ലേറ്റിലെത്തുമ്പോൾ സ്വീറ്റ് നൊസ്റ്റാൾജിക് മെമ്മറീസ് മനസ്സിലേക്ക് വരും, അല്ലേ? അന്ന് സാധാരണയായിരുന്നു, പക്ഷേ ഇന്നോ അമൂല്യമായ ഒരു ഓർമ്മയാണ്. ഒരു കടായിലോട്ട് അല്പം എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഒരു 7-8 വെളുത്തുള്ളി, ഒരു 10-15 ചെറിയുള്ളി ഇടാം. അത് നന്നായിട്ടൊന്ന് വഴറ്റാം. ചെറിയുള്ളി ഒരു കളർ ചേഞ്ച് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പം 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതലിടാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അല്പം പുളിയൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കണം, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഉള്ളിച്ചമ്മന്തി എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷേ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.